എൻഡിഎക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സെലിബ്രിറ്റി താരങ്ങളെ വിദഗ്ധമായി തേച്ച് നേതൃത്വം. കോടികൾ ഓഫർ ചെയ്ത് പേയ്മെന്റ് സീറ്റാക്കി മത്സരിപ്പിച്ച വിവിധ സീറ്റുകളിൽ സെലിബ്രിറ്റി താരങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്നത് കോടിക്കണക്കിന് രൂപ. പക്ഷേ ആ പണം ഇപ്പോൾ ഇടനിലക്കാർ തേച്ചു എന്നുള്ളതാണ് ബിജെപിയുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 കാൻഡിഡേറ്റ് ആയിട്ട് എല്ലാം സെലിബ്രിറ്റികളായിരുന്നു. ഇതെല്ലാം പേയ്മെന്റ് സീറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് തൃക്കാക്കര മണ്ഡലത്തിൽ അഖിൽ മാരാർ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അഞ്ജലി നായർ, പെരുമ്പാവൂർ മണ്ഡലത്തിൽ ലക്ഷ്മി പ്രിയ, ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വീണ നായർ, അങ്കമാലി മണ്ഡലത്തിൽ പ്രോമി കുര്യാക്കോസ് തുടങ്ങിയവരായിരുന്നു സെലിബ്രിറ്റി താരങ്ങൾ. ഇവർക്ക് ഓരോരുത്തർക്കും 2 കോടി രൂപയായിരുന്നു മത്സരിക്കുന്നതിന് പേയ്മെന്റ് സീറ്റിലെ ഓഫർ. പക്ഷെ എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല, ഈ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഉണ്ട്. എറണാകുളം ജില്ലയിലാണെങ്കിൽ സിനിമാ താരങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ, അത് BJPക്ക് മാത്രമല്ല 2020ക്ക് വേണ്ടി പോലും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പണം ഓഫർ ചെയ്തു. പക്ഷെ ആ ഓഫർ ചെയ്ത പണം പല താരങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ താരങ്ങൾ തന്നെ ഇപ്പോൾ നേരിട്ട് സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താരങ്ങൾക്ക് പക്ഷെ പണം കൊടുക്കാൻ വേണ്ടി ആ ഇടനില നിന്ന ആളുകൾ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് താരങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വലിയ തുകയാണ് താരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തുക കൈപ്പറ്റേണ്ടവർ കൈപ്പറ്റി, പക്ഷെ താരങ്ങൾക്ക് അത്രയും തുക കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് കൊടി വാങ്ങി അതിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ മുതൽ എല്ലാ തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. വോട്ട് പിടിക്കാൻ, അതായത് ആ മണ്ഡലത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വോട്ടുകൾ പിടിച്ചെടുക്കാൻ, വോട്ട് നേടിയെടുക്കാൻ വേണ്ടി പർച്ചേസിംഗ് വോട്ട് എന്നാണ് പറയുന്നത്. ആ വോട്ട് പർച്ചേസിന് വേണ്ടി പോലും പണം എഴുതി വാങ്ങിയിട്ടുണ്ട്. കേട്ടല്ലോ, പണം കൈപ്പറ്റി, പക്ഷേ ഇടനിലക്കാരൻ അടിച്ചുകൊണ്ടുപോയി. എറണാകുളം നേതൃത്വത്തിലുള്ള പലരും സെലിബ്രിറ്റി താരങ്ങളെ കാട്ടിക്കൊണ്ട് BJPയിൽ നിന്ന് പണം വാങ്ങി, പക്ഷേ ആ പണം മുക്കിയിട്ടുണ്ട്. സെലിബ്രിറ്റി താരങ്ങൾ ആകെ കട്ടക്കലിപ്പിലാണ്. അഖിൽ മാരാർ, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ തുടങ്ങിയ പ്രമുഖരെല്ലാം എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര ആവേശഭരിതരായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല. ആ ഒരൊറ്റ മത്സരത്തിൽ കീശയിലാക്കാമെന്ന് ഇവർ ഡീൽ നടത്തിയിരുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, സിനിമാ താരങ്ങൾ എന്നിവരെ ഇറക്കി കൂടുതൽ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രം അത് വെറുതെ ആയിരുന്നില്ല, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമായിരുന്നു എന്നതാണ് റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തുവിടുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങി പല മണ്ഡലങ്ങളിലും ഫണ്ട് അടപടലം നേതാക്കന്മാർ അടിച്ചുകൊണ്ടുപോയി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പരാതി പ്രളയമെന്നാണ് ചാനലുകൾ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന വിവരം. ഒരു തെരഞ്ഞെടുപ്പ് വന്നാലേ ചില മനുഷ്യരുടെയൊക്കെ മാറ്റം, ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള മാറ്റമാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചുമാറ്റിയുള്ള മാറ്റത്തെക്കുറിച്ചാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. BJP തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി പരാതി പ്രളയം. ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ 2 കോടി രൂപ വാങ്ങിയെന്ന ആക്ഷേപം മുതൽ സ്ഥാനാർത്ഥികൾക്കും മണ്ഡലം ഭാരവാഹികൾക്കുമെതിരെ പണം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. CCTV ദൃശ്യങ്ങൾ കാണാതായ സംഭവവും പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന പരാതികളും ഉൾപ്പെടെ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ വ്യാപക അന്വേഷണം ആവശ്യപ്പെട്ട പരാതികൾ ഉയരുകയാണ്. അഴിമതിരഹിത പാർട്ടി എന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന BJPക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ അഖില ലോക കള്ളന്മാരെല്ലാം കൂടി ചേർന്ന് BJP എന്ന പാർട്ടി കുറച്ച് വലുതാക്കിയെങ്കിൽ അതിനകത്ത് നിൽക്കുന്നവർ ഏത് തരക്കാരാണ് എന്നതിനെ സംബന്ധിച്ചാണ് സ്വന്തം പാർട്ടി ഫണ്ട് തെരഞ്ഞെടുപ്പിന് നൽകിയത് പല തട്ടിപ്പ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇതൊന്നും പരസ്യമായി കേസ് കൊടുത്ത് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നേതാക്കന്മാർ ആകെ കുടുങ്ങിയിട്ടുണ്ട്. പണം കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നിടത്ത് CCTV ദൃശ്യങ്ങൾ പോലും ഇവർ മുക്കി. അങ്ങനെ തെളിവുകളില്ലാതെ അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി കേരളത്തിലെത്തിയത് മുഴുവൻ BJP നേതാക്കന്മാരുടെ കുടുംബങ്ങളിലേക്ക് വിദഗ്ധമായി അടിച്ചെടുത്തുകൊണ്ട് പോയി എന്നതിന് തെളിവാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത.